ഹായ് ഫ്രണ്ട്സ്, ആർഫറയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മുടെ മാർക്കറ്റിൽ നമ്മൾ മാസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന ആ ഒരു റേഞ്ച് ബൗണ്ട് പാറ്റേൺ തുടരുന്നതിൻ്റെ ഒരു ലക്ഷണമാണ് ഇന്ന് കാണുന്നത്. ഇന്റർനാഷണൽ മാർക്കറ്റിൽ ക്രൂഡ് ഓയിലിൻ്റെ വില 100-ന് മുകളിൽ പോകുന്നത് എപ്പോഴും ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു റെഡ് സിഗ്നലാണ്. അവിടെ ഒരു നെഗറ്റീവ് പാറ്റേൺ ആ സമയങ്ങളിൽ ഫോം ചെയ്യാറുണ്ട്. ഇറാൻ അമേരിക്ക സംഘർഷം മുറുകുന്നു എന്ന വാർത്ത സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ വില ഉയർത്തുന്നുണ്ട്. അത്തരം ഘട്ടങ്ങളിൽ നിഫ്റ്റി ഏകദേശം 200-300 പോയിന്റ് താഴത്തേക്ക് വരാറുമുണ്ട്. എന്നാൽ സമാധാന ചർച്ചകളെക്കുറിച്ചുള്ള ചെറിയ സൂചനകൾ ലഭിക്കുമ്പോൾ പോലും മാർക്കറ്റിൽ ഒരു റിലീഫ് റാലി ഉണ്ടാകാറുണ്ട്. അപ്പോൾ സാങ്കേതികമായിട്ട് ഇതിനെ നമുക്കൊരു ന്യൂസ് ഡ്രിവൺ റേഞ്ച് ബൗണ്ട് മാർക്കറ്റ് എന്ന് വേണമെങ്കിൽ വിളിക്കാം. അപ്പം മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം മുകളിലോട്ട് പോകണമെങ്കിൽ ഈ സമാധാന ഉടമ്പടി ഉണ്ടാകണം, യുദ്ധം പൂർണ്ണമായിട്ടും തീർന്നു എന്നുള്ള ഒരു കൺഫർമേഷൻ വേണം. എന്നാൽ മാർക്കറ്റ് വലിയ തോതിൽ താഴോട്ടേക്ക് പോകണമെങ്കിൽ അവിടെ അതിഭീകരമായിട്ട് ഒരു യുദ്ധം ഉണ്ടാകണം. അപ്പോൾ ഇവിടെ ഇത് രണ്ടും സംഭവിക്കാത്ത കാലത്തോളം മാർക്കറ്റ് ഒരു നിശ്ചിത പരിധിക്കുള്ളിൽ കുടുങ്ങിക്കിടക്കും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഇറാൻ അമേരിക്കക്ക് നൽകിയ മറുപടിയും അതിനോട് ട്രംപിൻ്റെ ഒരു പ്രതികരണവും നിലവിലുള്ള ഈ സമാധാന ചർച്ചകളെ വലിയ തോതിൽ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇറാൻ നൽകിയ നിർദ്ദേശം ടോട്ടലി അൺഅക്സെപ്റ്റബിൾ അഥവാ തികച്ചും അസ്വീകാര്യമാണെന്നാണ് ട്രംപ് തൻ്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായിട്ടുള്ള ട്രൂത്ത് സോഷ്യലിൽ പ്രതികരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇറാൻ ഒരു ഗെയിം കളിക്കുകയാണെന്നും അവരെ ഇനി ചിരിക്കാൻ അനുവദിക്കില്ലെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയായിട്ട് കാണാം. ചർച്ചകൾ പരാജയപ്പെട്ടാൽ സൈനിക നീക്കം ശക്തമാക്കുമെന്ന സൂചനയും അദ്ദേഹം നൽകുന്നുണ്ട്. ഇപ്പോൾ സമാധാന ചർച്ചകൾക്ക് ഇറാൻ പ്രധാനമായും 3 നിബന്ധനകളാണ് മുന്നോട്ട് വെച്ചത്. US ഏർപ്പെടുത്തിയിരിക്കുന്ന നേവൽ ബ്ലോക്കേഡ് പിൻവലിക്കണം, അതുപോലെ ഇറാൻ നേരിടുന്ന സാങ്ഷൻസ് ഒക്കെ ഒഴിവാക്കണം, അതുപോലെ ലെബനോണിലുള്ള യുദ്ധം പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കണം. ഇതായിരുന്നു ഇറാൻ്റെ ആവശ്യം. എന്നാൽ ഇറാൻ അവരുടെ ന്യൂക്ലിയർ എൻറിച്ച്മെന്റ് പരിപാടി പൂർണ്ണമായിട്ട് അവസാനിപ്പിക്കാതെ ഈ നിബന്ധനകൾ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് അമേരിക്ക വ്യക്തമായിട്ട് പറയുകയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ട്രൈറ്റ് ഓഫ് ഹോർമസ് കേന്ദ്രീകരിച്ച് നടക്കുന്ന ആ ഒരു സംഘർഷം ഇനിയും തുടരുന്ന ഒരു ലക്ഷണമാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ പാകിസ്ഥാനും ഖത്തറും ഒരു മധ്യസ്ഥതയ്ക്ക് ശ്രമിക്കുന്നുണ്ടെങ്കിലും ആ ഹോർമസിൻ്റെ ഒരു നിയന്ത്രണം വിട്ടുകൊടുക്കാൻ ഇറാൻ തയ്യാറാകാത്തത് മൊത്തം ചർച്ചകൾ വഴിമുട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു പ്രതീക്ഷയുള്ളത് ഈ ആഴ്ച ട്രംപ് ചൈന സന്ദർശിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഉയരുന്നത് ചൈനയെയും ബാധിക്കുന്നതിനാൽ ഒരുപക്ഷെ ഇറാനുമേൽ സമ്മർദ്ദം ചെലുത്താൻ ചൈനയോട് അമേരിക്ക ആവശ്യപ്പെട്ടേക്കാം. UK-യും ഫ്രാൻസും മെയ് 12-ാം തീയതി അവരുടെ നാവൽ ഫോഴ്സിൻ്റെ മിനിസ്റ്റേഴ്സിൻ്റെ യോഗം വിളിച്ചിട്ടുണ്ട്. ഈ ഹോർമസ് പ്രതിസന്ധി ചർച്ചകളിലൂടെയോ അതോ സൈനിക ശക്തിയിലൂടെയോ ആ കടൽപാത തുറക്കണമെന്ന ഒരു തീരുമാനത്തിലെത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മീറ്റിംഗ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ ചുരുക്കത്തിൽ ഈ മധ്യസ്ഥ രാജ്യങ്ങൾ പുതിയ ഫോർമുലയുമായിട്ട് വന്നിട്ടില്ലെങ്കിൽ ചർച്ചകൾ പൂർണ്ണമായി തകരുകയും മേഖല വീണ്ടും ഒരു യുദ്ധത്തിൻ്റെ ഒരു ഭീതിയിലേക്ക് തള്ളിവിടപ്പെടുകയും ചെയ്യും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യാഘാതമാണ് ഇന്ന് മാർക്കറ്റിൽ നമ്മൾ കണ്ടത്. ഇത് കൂടാതെ ഇന്ത്യയിലെ ആഭ്യന്തരമായിട്ട് രൂപപ്പെട്ടു വന്ന പുതിയൊരു സാഹചര്യം അതും ഇന്നത്തെ മാർക്കറ്റിനെ വലിയ തോതിൽ താഴേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഹൈദരാബാദിലെ ഒരു രാഷ്ട്രീയ യോഗത്തിൽ പ്രധാനമന്ത്രിയുടെ പ്രസംഗം വലിയൊരു ആശങ്കയാണ് മാർക്കറ്റിൽ ഉണ്ടാക്കിയിട്ടുള്ളത്. പ്രധാനമായിട്ടും സ്വർണം ഇറക്കുമതി കുറക്കാനും പെട്രോൾ ഡീസലിൻ്റെ ഉപയോഗം നിയന്ത്രിക്കാനും പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തിരുന്നു. 1 വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ പ്രധാനപ്പെട്ട ഒരു അഭ്യർത്ഥന. ഇപ്പോൾ പശ്ചിമേഷ്യയിലെ ഈ ഒരു ഇറാൻ-ഇറാഖ് സംഘർഷം കടുക്കുന്ന പശ്ചാത്തലത്തിൽ പ്രധാനമന്ത്രി ഇത്തരമൊരു ആഹ്വാനം നടത്താനുള്ള കാരണം ക്രൂഡ് ഓയിലിൻ്റെ വില 105-ന് മുകളിൽ കടക്കുകയും അത് ഇന്ത്യയുടെ ഫോറക്സ് റിസർവിനെ ബാധിക്കുന്ന നിലയിലേക്ക് എത്തിയിരിക്കുകയാണ്. അതായത് ഇന്ത്യയിലുള്ള കരുതൽ ശേഖരമായിട്ടുള്ള ഡോളറുകൾ നമ്മൾ കൂടുതലായിട്ട് മാർക്കറ്റിലേക്ക് വിറ്റഴിക്കേണ്ട ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പോൾ വിദേശ പ്രൊഡക്റ്റുകളെ കൂടുതലായിട്ട് ആശ്രയിക്കുമ്പോൾ, പ്രത്യേകിച്ച് വിദേശ യാത്രകൾ ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ ക്രൂഡ് ഓയിൽ വലിയ വിലയിൽ വാങ്ങുമ്പോൾ, അതേപോലെ തന്നെ സ്വർണം ഇറക്കുമതി ചെയ്യുമ്പോൾ ഇവിടെയൊക്കെ ഈ ഡോളർ സ്പെൻഡ് ചെയ്യേണ്ടി വരികയാണ്. അപ്പോൾ ഇത് നമ്മുടെ ഡോളർ റിസർവിനെ പ്രതികൂലമായിട്ട് ബാധിക്കും. അതുകൂടാതെ റുപ്പി വാല്യൂ വലിയ തോതിൽ ഇടിയുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഇറക്കുമതി ചെയ്യുന്ന ഫെർട്ടിലൈസേഴ്സ്, അതുപോലെ ക്രൂഡ് ഓയിൽ റിലേറ്റഡ് പ്രൊഡക്റ്റുകൾ, ഇതൊക്കെ നമ്മുടെ എക്കണോമിയെ ഷോർട്ട് ടേമിൽ നെഗറ്റീവായിട്ട് ബാധിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ താൽക്കാലികമായിട്ടുള്ള ഈ ഒരു പ്രതിസന്ധി മറികടക്കാൻ കോവിഡ് കാലത്തെ പോലെ വർക്ക് ഫ്രം ഹോം രീതിയിലേക്ക് മടങ്ങാനുള്ള ഒരു നിർദ്ദേശം കൂടി അദ്ദേഹം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. എന്നാൽ പ്രധാനമന്ത്രിയുടെ ഒരു പ്രസംഗം അത് രാജ്യത്തിൻ്റെ സാമ്പത്തിക സുരക്ഷിതത്തിന് വേണ്ടിയുള്ള ഒരു മുൻകരുതൽ നടപടി മാത്രമാണ്. അതിനെ ഒരു സാമ്പത്തിക പ്രതിസന്ധിയുടെ ഒരു സൂചനയായിട്ട് നമുക്ക് കാണാൻ കഴിയില്ല. ഈ ഒരു എക്കണോമിക് ക്രൈസിസ് വളരെ പെട്ടെന്ന് തന്നെ റിക്കവർ ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു ശുഭാപ്തി വിശ്വാസമാണ് എല്ലാവർക്കും ഉള്ളത്. അപ്പോൾ ഏതായാലും ആദ്യമായിട്ട് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ ഭാഗത്തുനിന്ന് ഈ രീതിയിലുള്ള ഒരു ആശങ്ക വന്നതുകൊണ്ട് തന്നെ ഇപ്പോൾ മാർക്കറ്റ് ഇന്ന് 360 പോയിന്റ് ഇടിഞ്ഞുകൊണ്ട് 23,800 എന്നുള്ള ലെവലിൽ നിൽക്കുകയാണ്.
അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു വർഷത്തേക്ക് സ്വർണം വാങ്ങുന്നത് ഒഴിവാക്കണമെന്ന പ്രധാനമന്ത്രിയുടെ ആഹ്വാനം വരാനിരിക്കുന്ന വിവാഹ സീസണുകളെയും ആഘോഷങ്ങളെയും ബാധിക്കുമെന്നുള്ള ഭയം നിക്ഷേപകർക്കുണ്ട്. അതുപോലെ തന്നെ സ്വർണത്തിൻ്റെ ഇറക്കുമതി കുറക്കാൻ വേണ്ടിയിട്ട് ഇമ്പോർട്ട് ഡ്യൂട്ടി ഒരുപക്ഷെ ഗവൺമെൻറ് വർദ്ധിപ്പിച്ചേക്കാം എന്ന ഒരു റൂമർ മാർക്കറ്റിൽ പരക്കുന്നുണ്ട്. ഇതൊക്കെ ജ്വല്ലറി സ്റ്റോക്കുകളുടെ പ്രോഫിറ്റബിലിറ്റിയെ ബാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെ അവിടെ നല്ലൊരു സെൽ ഓഫ് നടന്നതായിട്ട് കാണാം. എന്നാൽ ഇവിടെ പൊതുവേ മാർക്കറ്റ് കാണുന്നത് ഇന്ത്യക്കാരുടെ സ്വർണത്തോടുള്ള ആ ഒരു സാംസ്കാരികമായിട്ടുള്ള ഒരു അടുപ്പം അത് വളരെ പെട്ടെന്ന് മാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു ഡിപ്പ് ഒരു അവസരമായിട്ട് കണ്ടുകൊണ്ട് സ്വർണം വാങ്ങുന്നവർ അത് ധാരാളമായിട്ടുണ്ടാവും. അപ്പോൾ ഇത്തരം ഘട്ടങ്ങളിൽ ഇപ്പോൾ താഴോട്ടേക്ക് വന്നിരിക്കുന്ന സ്റ്റോക്കുകളും വാങ്ങാനുള്ള ഒരു ടെൻഡൻസി സ്വാഭാവികമായിട്ട് ഇൻവെസ്റ്റേഴ്സിനിടയിൽ ഉണ്ടാവും. അപ്പോൾ ഇന്നത്തെ ഒരു ഇടിവിൽ താഴോട്ടേക്ക് വന്ന പല സ്റ്റോക്കുകളും നോക്കുകയാണെങ്കിൽ ഇന്ന് ശക്തമായ ഇടിവ് നടന്ന ഒരു സ്റ്റോക്ക് കല്യാൺ ജ്വല്ലേഴ്സാണ്. അതേപോലെ തന്നെ ടൈറ്റാനിലും തങ്കമൈൽ ജ്വല്ലറി, PN ഗാഡ്ഗിൽ ജ്വല്ലറി, PC ജ്വല്ലേഴ്സ്, സ്കൈ ഗോൾഡ്, ബ്ലൂ സ്റ്റോൺ ജ്വല്ലറി തുടങ്ങിയിട്ടുള്ള പ്രധാനപ്പെട്ട ലീഡിംഗ് ജ്വല്ലറി സ്റ്റോക്കുകളിലൊക്കെ 6% മുതൽ 8% വരെയുള്ള ഇടിവ് നടന്നതായിട്ട് കാണാം. തീർച്ചയായിട്ടും സ്വർണത്തിൽ നിക്ഷേപിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള സമയം മാർക്കറ്റിൽ ഇടിവ് വരുമ്പോൾ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു ഗോൾഡ് പോർട്ട്ഫോളിയോ നിർമ്മിക്കാൻ നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബാലൻസ്ഡ് അപ്രോച്ച് സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അവിടെ ഗോൾഡ് ETF നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യാവുന്ന ഒരു ഘടകമാണ്. കാരണം ഇത് സ്വർണത്തിൻ്റെ യഥാർത്ഥ വിലയെ പ്രതിനിധീകരിക്കുന്ന ഒരു ഇൻസ്ട്രുമെൻ്റാണ്. സ്വർണം 10% കൂടിയാൽ ETF 10% കൂടും, സ്വർണം 10% ഇടിഞ്ഞാൽ ETF 10% ഇടിയും. അപ്പോൾ അവിടെ ഒരു ബിസിനസ് റിസ്ക് ഈ ഒരു ഇൻസ്ട്രുമെൻറ്റിലില്ല. എന്നാൽ ഗോൾഡ് സ്റ്റോക്കുകളെ സംബന്ധിച്ചിടത്തോളം കാര്യങ്ങൾ വ്യത്യസ്തമാണ്. അവിടെ സ്വർണത്തിൻ്റെ വിലയേക്കാൾ കൂടുതൽ കമ്പനിയുടെ ലാഭത്തെയും കമ്പനിയുടെ എക്സ്പാൻഷൻ പ്ലാനിനെയുമാണ് അത് ബാധിക്കുക. ഇപ്പോൾ സ്വർണ്ണവില 10% കൂടുമ്പോൾ പല മികച്ച ജ്വല്ലറികളുടെയും സ്റ്റോക്കുകൾ ഒരുപക്ഷെ 20 മുതൽ 30% വരെ കൂടാൻ സാധ്യതയുണ്ട്. നെഗറ്റീവ് വാർത്തകൾ വന്നാൽ അതേ വേഗതയിൽ താഴോട്ടേക്ക് പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഗോൾഡുമായി ബന്ധപ്പെട്ട് ഒരു സേഫ് ഇൻവെസ്റ്റ്മെൻ്റ് ആണ് ആഗ്രഹിക്കുന്നതെങ്കിൽ ഗോൾഡ് ETF ആണ് ഏറ്റവും ബെസ്റ്റ്. എന്നാൽ ഹൈ റിസ്ക് ഹൈ റിവാർഡ് കാറ്റഗറിയിൽപ്പെട്ട ഒരാളാണെങ്കിൽ അവിടെ ഗോൾഡ് സ്റ്റോക്കുകളുടെയും ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ നമുക്ക് ക്രിയേറ്റ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു മാർക്കറ്റ് ഹൈലി വോളറ്റൈൽ ആയതിനാൽ ലംസം എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കുന്നതാണ് നല്ലത്. അപ്പോൾ നിലവിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന എമൗണ്ട് ഒരു 4 ഭാഗങ്ങളായി തിരിച്ചുകൊണ്ട് അതിനെ സിപ്പ് രീതിയിലോ അല്ലെങ്കിൽ അതായത് സിസ്റ്റമാറ്റിക് ട്രാൻസ്ഫർ പ്ലാൻ എന്നുള്ള രീതിയിലോ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഒരു മാതൃക പോർട്ട്ഫോളിയോ നമ്മൾ നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ സോവറിൻ ഗോൾഡ് ബോണ്ട് 40%, അതുപോലെ തന്നെ ഗോൾഡ് ETF 30%, ക്വാളിറ്റി സ്റ്റോക്കുകൾ അവിടെ ഒരു 30% കൂടി ആഡ് ചെയ്തുകൊണ്ടുള്ള ഒരു ബാലൻസ്ഡ് പോർട്ട്ഫോളിയോ ഈ സാഹചര്യത്തിൽ സൃഷ്ടിക്കാവുന്നതാണ്. അപ്പോൾ അവിടെ നമ്മൾ തീർച്ചയായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റോക്ക് ടൈറ്റാനാണ്. ടാറ്റ ഗ്രൂപ്പിൻ്റെ ആ ഒരു കരുത്ത് ഇതിന് പിന്നിലുണ്ട്. ഇതുകൂടാതെ ഏതൊരു ഇടിവിലും വാങ്ങാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ് ടൈറ്റാൻ പോലെ ഒരു സ്ഥിരത ഇല്ലെങ്കിലും കല്യാൺ ജ്വല്ലേഴ്സ് 2ാം സ്ഥാനത്തുള്ള ഏറ്റവും വലിയ കമ്പനിയാണ്. വിപുലമായിട്ടുള്ള അതുപോലെ അതിൻ്റെ ഗ്രോത്ത് സാധ്യതയും ഈ ഒരു Q4 റിസൾട്ടിലും നമുക്ക് പോസിറ്റീവായിട്ട് കാണാൻ കഴിയും. അതുപോലെ തന്നെ സെങ്കോ ഗോൾഡ് മിഡ് ക്യാപ് വിഭാഗത്തിലുള്ള നല്ല വളർച്ചാ സാധ്യതയുള്ള മറ്റൊരു സ്റ്റോക്കാണ്. ETF-കളിൽ നിപ്പോൺ ഇന്ത്യ ഗോൾഡ് ബീസ്, അതുപോലെ HDFC ഗോൾഡ് ETF, SBI ഗോൾഡ് ഫണ്ട്, ഇതൊക്കെ നമുക്ക് വിശ്വസനീയമായ മറ്റ് ഓപ്ഷനുകളാണ്. ഇതുപോലെ തന്നെ ഇന്നത്തെ മാർക്കറ്റിലെ പൊതുവായിട്ടുള്ള ആ ഒരു ഇടിവിനിടയിലും അത്തരമൊരു വീക്ക് മാർക്കറ്റിൽ നിഫ്റ്റി ഫാർമ റെക്കോർഡ് ഉയരത്തിലേക്ക് എത്തിയതായിട്ട് കാണാം. അപ്പോൾ കഴിഞ്ഞ ഏപ്രിൽ 2 മുതൽ മെയ് 11 വരെയുള്ള ഈ ഒരു ചുരുങ്ങിയ കാലയളവിൽ ഈ ഇൻഡെക്സ് ഏകദേശം 15% മുന്നേറ്റമാണ് കാണിച്ചിട്ടുള്ളത്. എന്തുകൊണ്ടാണ് ഫാർമ ഇൻഡെക്സ് ഉയരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നാമത്തെ ഒരു ഇഷ്യൂ നമുക്കറിയാം, യുദ്ധഭീതിയും അതുപോലെ എണ്ണവില വർധനവ്. ഇത്തരം ഘട്ടങ്ങളിൽ ഒരു സുരക്ഷിത നിക്ഷേപമായിട്ട് ഇൻവെസ്റ്റേഴ്സ് കാണുന്ന ഒരു ഡിഫെൻസീവ് സെക്ടറാണ് ഫാർമ. അപ്പോൾ നമുക്കറിയാം കൊറോണ പീരീഡിലൊക്കെ ഫാർമയും FMCG സ്റ്റോക്കുകളാണ് കാര്യമായിട്ട് മുന്നേറ്റമുണ്ടായത്. ഇന്നും നമുക്ക് കാണാൻ കഴിയും മാർക്കറ്റിലെ സെക്ടർ വൈസ് നമ്മൾ പരിശോധിച്ചാൽ ഫാർമ ഇൻഡെക്സും FMCG ഇൻഡെക്സുമാണ് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത രണ്ട് ഇൻഡെക്സുകൾ. ഫാർമയോടൊപ്പം തന്നെ കയറുന്ന മറ്റൊരു ഇൻഡെക്സാണ് ഹെൽത്ത് കെയർ ഇൻഡെക്സ്, ഹോസ്പിറ്റൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്റ്റോക്കുകൾ. പല ഫാർമ സ്റ്റോക്കുകളും പ്രത്യേകിച്ച് മിഡ് ക്യാപ്പ് സ്മോൾ ക്യാപ്പിലുള്ള എല്ലാ ഫാർമ സ്റ്റോക്കുകളിലും ഇതേപോലെയുള്ള ഒരു മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പലതിൻ്റെയും വാല്യുവേഷൻ വളരെ ഹൈ ആയിട്ടുണ്ടാവും. അത്തരം ഘട്ടങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അവിടെ തീർച്ചയായിട്ടും ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ഉണ്ടാവും. അതുകൊണ്ട് ഒരു പുൾ ബാക്ക് കറക്ഷൻ ഉണ്ടാകുമ്പോൾ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു രീതി ഫോളോ ചെയ്യുന്നതായിരിക്കും ഫാർമ സെക്ടറിൽ ഉപയോഗിക്കേണ്ട ഒരു സ്ട്രാറ്റജി. ഇനി നമ്മൾ മറ്റൊരു ബൾക്ക് ബൈങ്ങിൻ്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ കൊടാക് മഹീന്ദ്ര ബാങ്ക് ഫെഡറൽ ബാങ്കിൻ്റെ ഓഹരികൾ വാങ്ങാൻ വേണ്ടിയിട്ട് അവർക്ക് റിസർവ് ബാങ്ക് അനുമതി നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ മെയ് 6-ാം തീയതിയുള്ള ആ ഒരു ഉത്തരവ് പ്രകാരം ഫെഡറൽ ബാങ്കിൻ്റെ ഏകദേശം 9.99 ഓൾമോസ്റ്റ് 10% ഷെയറുകൾ വാങ്ങാനുള്ള അനുമതിയാണ് കൊടാക് ബാങ്കിന് RBI നൽകിയിരിക്കുന്നത്. അപ്പോൾ നമുക്കറിയാം ഈ ഫെഡറൽ ബാങ്ക് എന്ന് പറയുന്നത് പ്രൊമോട്ടർമാരില്ലാത്ത ഒരു സീറോ പ്രൊമോട്ടർ ഹോൾഡിംഗ് കമ്പനിയാണ്. അപ്പോൾ ഇതൊരു പ്രൊഫഷണലി മാനേജ്ഡ് ബാങ്കാണ്. അതായത് ബാങ്ക് സ്ഥാപിച്ചവർക്കോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കുടുംബത്തിനോ ഇതിൽ യാതൊരുവിധ ഓഹരികളുമില്ല. പൂർണ്ണമായിട്ടും പൊതുജനങ്ങളുടെയും വിവിധ നിക്ഷേപക സ്ഥാപനങ്ങളുടെയും ഉടമസ്ഥതയിലാണ് ഫെഡറൽ ബാങ്ക് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പ്രൊമോട്ടർ ഹോൾഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ടുകൾ 38%, FIAs 26%, മറ്റ് റീറ്റെയിൽ നിക്ഷേപകർ 23%,
ഇൻഷുറൻസ് കമ്പനികൾ LIC ഉൾപ്പെടെയുള്ള കമ്പനികൾ 8% ഒക്കെയാണ് ഇതിൽ ഹോൾഡിംഗ് ഉള്ളത്. അതുപോലെ ഇതിലെ പ്രധാനപ്പെട്ട HNI ഇൻവെസ്റ്റേഴ്സിൽ നോക്കുകയാണെങ്കിൽ അവിടെ MA യൂസുഫ് അലിയെ കാണാൻ പറ്റും. 3% കൂടുതൽ ഹോൾഡിംഗ് MA യൂസുഫ് അലിക്കുണ്ട്. അതുപോലെ തന്നെ രേഖ ജുൻജുംവാലയ്ക്ക് 2% കൂടുതലുള്ള ഹോൾഡിംഗുണ്ട്. അതുപോലെ ഇന്റർനാഷണൽ ഫൈനാൻസ് കോർപ്പറേഷന് 3% കൂടുതലുള്ള ഹോൾഡിംഗും ഉണ്ട്. അപ്പോൾ ഈ കൊടാക് മഹീന്ദ്ര ബാങ്ക് ഈ ഫെഡറൽ ബാങ്കിൻ്റെ ഏകദേശം 10% ഓഹരികൾ വാങ്ങുന്നതിന് പിന്നിൽ വ്യക്തമായ ചില ലോങ് ടേം സ്ട്രാറ്റജിക് ഗോളുകളുണ്ട്. കാരണം കൊടാക് ബാങ്ക് ഇതിൽ 10% ഹോൾഡിംഗ് നേടുമ്പോൾ ഈ ഫെഡറൽ ബാങ്കിലെ ഏറ്റവും വലിയ സിംഗിൾ ഇൻസ്റ്റിറ്റ്യൂഷണൽ നിക്ഷേപകരായിട്ട് കൊടാക് മഹീന്ദ്ര ബാങ്ക് മാറും. അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഒരു അപ്പർ ഹാൻഡ് ഈ ബാങ്കിലുണ്ടാവും. അപ്പോൾ കൊടാക് ബാങ്കിന് നോർത്ത് ഇന്ത്യൻ ഭാഗങ്ങളിൽ ശക്തമായ സ്വാധീനമുണ്ടെങ്കിലും സൗത്ത് ഇന്ത്യയിലുള്ള അവരുടെ പ്രസൻസ് വളരെയധികം വീക്കാണ്. പ്രത്യേകിച്ച് കേരളം, തമിഴ്നാട് പോലുള്ള സംസ്ഥാനങ്ങളിൽ ഫെഡറൽ ബാങ്കിൻ്റെ അത്ര വേരോട്ടം കൊടാക് മഹീന്ദ്ര ബാങ്കിനില്ല. കാരണം ഫെഡറൽ ബാങ്കിന് കേരളത്തിൽ മാത്രം ഏകദേശം 600-ലധികം ബ്രാഞ്ചുകളുണ്ട്. കൂടാതെ സൗത്ത് ഇന്ത്യയിലെ NRI നിക്ഷേപങ്ങളിലേക്കും കസ്റ്റമേഴ്സിലേക്കും എളുപ്പത്തിലെത്താൻ കൊടാക് ബാങ്കിന് ഇതുവഴി സാധിക്കും. അപ്പോൾ RBIയുടെ നിയമപ്രകാരം ഒരു ബാങ്കിന് മറ്റൊരു ബാങ്കിൻ്റെ 10% വരെ ഓഹരികൾ കൈവശം വെക്കാം. ഇപ്പോൾ ലോങ് ടേമിൽ നോക്കുകയാണെങ്കിൽ ഫെഡറൽ ബാങ്കിനെ പൂർണ്ണമായിട്ട് ഏറ്റെടുക്കാനോ അല്ലെങ്കിൽ മേർജ് ചെയ്തുകൊണ്ട് ലയിപ്പിക്കാനോ ഉള്ള ഒരു ലോങ് ടേം പ്ലാൻ ആയിരിക്കാം കൊടാക് മഹീന്ദ്ര ബാങ്കിനുള്ളത്. ഫെഡറൽ ബാങ്ക് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് വളരെ സ്ഥിരതയുള്ള പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യുന്ന ഒരു ബാങ്കാണ്. കൂടാതെ ഇവരുടെ അസറ്റ് ക്വാളിറ്റി വളരെയധികം അട്രാക്റ്റീവാണ്. കൂടാതെ ഗോൾഡ് ലോൺ, SME ലെൻഡിങ് പോലെയുള്ള മേഖലകളിൽ ഫെഡറൽ ബാങ്കിൻ്റെ ഒരു എക്സ്പെർട്ടൈസ് അതും ആർജിച്ചെടുക്കുവാൻ കൊടാക് മഹീന്ദ്ര ബാങ്കിന് സാധിക്കും. കൊടാക് മഹീന്ദ്ര ബാങ്കിൻ്റെ മൂവ് തീർച്ചയായിട്ടും വലിയൊരു മാറ്റം ഫെഡറൽ ബാങ്കിൽ ഭാവിയിൽ ഉണ്ടാക്കും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇനി നമ്മൾ BSE സ്റ്റോക്കിനെ കുറിച്ച് ജെഫ്രീസ് കൊണ്ടുവന്നിട്ടുള്ള ഒരു റിപ്പോർട്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ BSEൻ്റെ ആ ഒരു ഷെയർ പ്രൈസ് കഴിഞ്ഞ ഒരു വർഷത്തിനിടെ വലിയ തോതിൽ വർദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിലവിൽ പ്രോഫിറ്റിനുപരിയായിട്ട് ഭാവിയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള എല്ലാ പോസിറ്റീവ് കാര്യങ്ങളും ഇതിൻ്റെ ഒരു ഷെയർ പ്രൈസിൽ ഓൾറെഡി പ്രതിഫലിക്കുന്നുണ്ട്. അതിനാൽ തന്നെ ഇനിയൊരു വലിയൊരു കുതിപ്പ് ഈ ഒരു സ്റ്റോക്കിൽ സാധ്യതയില്ലെന്നാണ് ജെഫ്രീസിൻ്റെ വിലയിരുത്തൽ. അപ്പോൾ സ്റ്റോക്കിൻ്റെ PE ഇപ്പോൾ 64 എന്ന ലെവലിൽ ഓവർ വാല്യൂഡ് ആയിട്ടാണുള്ളതെന്നാണ് ജെഫ്രീസിൻ്റെ കണ്ടെത്തൽ. ഈ ഒരു സ്റ്റോക്കിലുള്ള റിസ്ക് അവർ പറയുന്നത് BSEയുടെ വരുമാനത്തിൻ്റെ വലിയൊരു ഭാഗം വരുന്നത് സെൻസെക്സിൻ്റെ വീക്ക്ലി ഓപ്ഷനുകളിൽ നിന്നാണ്. അപ്പോൾ ഒരു പ്രത്യേക പ്രൊഡക്റ്റിൽ നിന്നുള്ള വരുമാനത്തെ മാത്രം ആശ്രയിക്കുന്നത് കൊണ്ട് അത് ഈ BSE സ്റ്റോക്കിൽ വലിയ അപകടം ഉണ്ടാക്കുമെന്നാണ് ജെഫ്രീസിൻ്റെ ഒരു മുന്നറിയിപ്പ്. അപ്പോൾ ഇവരുടെ ബിസിനസ് നല്ല തോതിൽ ഡൈവേഴ്സിഫൈ ചെയ്തിട്ടില്ലെന്നാണ് അവരുടെ ഒരു കണ്ടെത്തൽ. കാരണം ഈ F&O മേഖല അവിടെ സെബി വളരെയധികം കോൺസെൻട്രേറ്റ് ചെയ്യുന്ന ഒരു സെക്ടറാണ്. അവിടെ വലിയ തോതിലുള്ള ഊഹക്കച്ചവടം നിയന്ത്രിക്കാൻ വേണ്ടി പല നിയമങ്ങളും സെബി കാലാകാലങ്ങളിൽ കൊണ്ടുവരാറുണ്ട്. അപ്പോൾ ഇത് ഭാവിയിൽ ട്രേഡിംഗ് വോളിയം കുറക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ അത് BSEയുടെ വരുമാനത്തെ ബാധിക്കുമെന്നാണ് ജെഫ്രീസ് പറയുന്നത്. ഇതുകൂടാതെ NSEയുടെ IPO വരുന്നുണ്ട്. അപ്പോൾ NSE മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്യപ്പെടുന്നതോടെ ഇൻവെസ്റ്റേഴ്സിൻ്റെ ശ്രദ്ധ അങ്ങോട്ടേക്ക് മാറാൻ സാധ്യതയുണ്ട്. കാരണം NSE BSEയേക്കാൾ കൂടുതൽ ട്രേഡിംഗ് വോളിയമുള്ള ഒരു എക്സ്ചേഞ്ചാണ്. അപ്പോൾ ഇതൊക്കെ ഒരു നെഗറ്റീവായിട്ട് ഈ സ്റ്റോക്ക് BSE സ്റ്റോക്കിൽ വരുമെന്നാണ് ജെഫ്രീസ് പറയുന്നത്. അപ്പോൾ നിലവിലുള്ള ഈ ഒരു വാല്യുവേഷൻ ഹൈ വാല്യുവേഷൻ ആണെന്നും അവിടെ ഒരു കറക്ഷൻ വരുമ്പോൾ ഒരു 10 മുതൽ 15% ഒരു കറക്ഷൻ വന്നാൽ മാത്രമേ BSEയിൽ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ജെഫ്രീസിൻ്റെ റിപ്പോർട്ട് BSE എന്ന സ്റ്റോക്ക് തകരുമെന്നുള്ളതല്ല, മറിച്ച് നിലവിലുള്ള അതിൻ്റെ ഹൈ വാല്യുവേഷൻ കാരണമായിട്ടുള്ള ആ ഒരു റിസ്ക് സാധ്യതകളെക്കുറിച്ച് മാത്രമാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത്. ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റുകളും അറിയിക്കുക. താങ്ക് ഫോർ വാച്ചിങ്. സീ യു നെക്സ്റ്റ് ടൈം വിത്ത് അനദർ വീഡിയോ.